കൺസോൾ രൂപീകരിച്ച് 15 വർഷവും ഈ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ ഓർക്കുന്നുണ്ട്. ശ്രീ ടി എൻ പ്രതാപനും ഞാനും പങ്കെടുത്ത ഒരു ചടങ്ങിൽ ചാവക്കാട് ചേറ്റുവ റോഡിലെ സിംഗപ്പൂർ ബിൽഡിംഗ്, അന്ന് അവിടെ ഒരു ഹോളുണ്ടായിരുന്നു, അവിടെ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം വളരെ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ കൺസോൾ എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് അത് ഏറ്റവും അനിവാര്യമായ ജീവകാരുണ്യ തലത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് കൺസോൾ അതിൻ്റെ ചരിത്രത്തിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാം പൊതുപ്രവർത്തകരാണ്, സാമൂഹ്യ പ്രവർത്തകരാണ്. അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ എല്ലാം മുന്നിൽ വരുന്ന ഡയാലിസിസ് ആവശ്യമുള്ള ആളുകളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുടെ ആവശ്യങ്ങളാണ്. പലപ്പോഴും പലരെയും നമുക്ക് അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ സഹായിക്കാൻ കഴിയാറില്ല. ഇപ്പോൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഞാൻ MLA ആയിരിക്കെയാണ് ഡയാലിസിസ് സെൻറ്റർ ആരംഭിക്കുന്നത്. ഒരു കെട്ടിടം അവിടെ ആരംഭിച്ചു, ഡയാലിസിസ് ആരംഭിച്ചു. പക്ഷേ എണ്ണം പരിമിതമാണ്. ഒരേ സമയം ഡയാലിസിസ് ചെയ്യാവുന്ന ആളുകളുടെ എണ്ണം 6 or 7 ആണ്. പക്ഷെ അതിലപ്പുറമാണ് ആളുകളുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും അവിടെ പ്രവേശനം കൊടുക്കാൻ കഴിയാറില്ല. അവിടെയാണ് കൺസോൾ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി പ്രകടമാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാതൊരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ, മതപരമോ രാഷ്ട്രീയമോ ഒന്നുമായിട്ടുള്ള വിവേചനങ്ങളില്ലാതെ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് പക്ഷപാതരഹിതമായി സഹായങ്ങൾ എത്തിക്കുന്നു കൺസോൾ എന്നത് തികഞ്ഞ അഭിമാനത്തോടെ ആദരത്തോടെ ഈ വേദിയിൽ ഞാൻ ഓർക്കുന്നു. അതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. 15 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ എത്രയെത്ര അനുഭവങ്ങളായിരിക്കും. ഒരു കുടുംബത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ ഘട്ടമായിരിക്കും ഡയാലിസിസ് നേരിടുന്ന ഘട്ടം. വേദനാജനകമായിരിക്കും പലപ്പോഴും. കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സ്, കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരാൾ പെട്ടെന്ന് അതിന് കഴിയാതെ തളരുന്ന ഘട്ടത്തിൽ ആ കുടുംബം നേരിടുന്ന വേദനകൾ എത്ര വലുതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അത്തരത്തിൽ തളരുന്ന കുടുംബത്തിന് ഒരു കരുത്തായി, സാന്ത്വനമായി ചാവക്കാട് തീരപ്രദേശത്തെ ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു എന്നതാണ് മാതൃകാപരമായി ഞാൻ കാണുന്ന കാര്യം. അതിൽ മൂസ ഹാജി ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. ഇതിൻ്റെ തുടക്കഘട്ടം മുതൽ സഹായിക്കാനും കൂടെ നിൽക്കാനും ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിലും അദ്ദേഹം ചെയ്ത നന്മ നിറഞ്ഞ കാര്യങ്ങൾ മറക്കാൻ പാടില്ലാത്തതാണ്. അത് പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും ഫണ്ട് ആവശ്യമാണ്. ഇവിടെ നേരത്തെ പ്രവർത്തന റിപ്പോർട്ട് വിശദീകരിച്ചതുപോലെ വളരെ സുതാര്യമായി ഫണ്ട് കൈകാര്യം ചെയ്യുന്നു. ഓഡിറ്റിങ്ങിന് വിധേയമായ ഫണ്ട് ചെലവഴിക്കലാണ് നടക്കുന്നത്.
അതുകൊണ്ട് തന്നെ ജീവകാരുണ്യപരമായി പണം ചെലവഴിക്കാൻ കഴിയുന്നവർ തീർച്ചയായും ഇത്തരം പ്രസ്ഥാനത്തിനാണ് സഹായങ്ങൾ നൽകേണ്ടത്. തങ്ങളുടെ ആഘോഷവേളകളിൽ ചെലവഴിക്കുന്ന പണത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാറ്റിവെച്ചാൽ അത് വലിയൊരു നേട്ടമായിരിക്കും. ഞാൻ തന്നെ ചില കല്യാണങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആ കല്യാണങ്ങളിലുള്ളവർ കൺസോളിന് പണം നൽകിയ അനുഭവങ്ങൾ, ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങുകൾ എനിക്ക് ഓർമ്മയുണ്ട്. NRI മീറ്റ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ആസ്ഥാന മന്ദിരം, അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ശ്രീ ജോസ് ചിറ്റിലപ്പള്ളിയല്ലേ, അദ്ദേഹം ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ പല കാരണങ്ങളാൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നിർമ്മാണം ആരംഭിച്ച് നിൽക്കുകയാണ്. അത്തരത്തിൽ ഉള്ള ഒരു സ്ഥാപനം, അതിനൊരു പ്രവർത്തന പദ്ധതി, ഒരു രൂപരേഖ, അതിനൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാവേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും തൊഴിലാളി സംഘടനാ പ്രവർത്തനവും മത സാമുദായിക പ്രവർത്തനവും ഒക്കെയുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം നാട്ടിൽ നടക്കുമ്പോൾ തന്നെ ജീവകാരുണ്യപരമായിട്ട് ഇടപെടാൻ ഇത്തരത്തിലുള്ള സംഘടനകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വളരെ നല്ല നിലയിൽ പല സംഘടനകളും നടത്തുന്നുണ്ട്. ക്യാൻസർ കൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് സാന്ത്വനമായിട്ട് അവർ സഹായങ്ങൾ നൽകുന്നുണ്ട്, മരുന്നുകൾ നൽകുന്നുണ്ട്. ഇത് ഡയാലിസിസ് ആവശ്യമുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ 4, 5, 6 ഒക്കെ ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് അത്താണിയായി, അവരുടെ കുടുംബങ്ങൾക്ക് അത്താണിയായി ഈ സ്ഥാപനം കൂടുതൽ വളർന്നു വരട്ടെ. ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥാപനം എന്ന നിലയിൽ വിശ്വാസപൂർവ്വം ഇതിനെ കൈപിടിച്ചുയർത്താൻ മുഴുവൻ പ്രവാസികൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. നമുക്ക് ഒരു 10 രൂപ മാറ്റിവെക്കാൻ കഴിയുന്നവർക്ക് ഇങ്ങനെയുള്ള സംഘടനകൾക്കാണ് കൊടുക്കേണ്ടത്. ചിലപ്പോഴെല്ലാം ചില ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ എത്ര രൂപയാണ് പലരും ചെലവഴിക്കുന്നത്. ആഘോഷങ്ങൾ, തിമിർപ്പുകൾ, അതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ ഒരു 10,000 10,000 രൂപ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി നൽകിയാൽ ഒരു കുടുംബത്തിന് കണ്ണീരൊപ്പാൻ അത് സഹായകരമായിരിക്കും എന്ന സന്ദേശം നമ്മൾ നൽകണം. അത് യാതൊരു തരത്തിലും ദുരുപയോഗിക്കാതെ കഴിഞ്ഞ 15 വർഷം ഈ സംഘടന, ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ദീർഘമായ പ്രസംഗങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. കൺസോൾ നടത്തിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ 10ാം വാർഷികത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ സംസാരിച്ച കാര്യം യൂട്യൂബിൽ ആരോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നുള്ള അതേ അഭിപ്രായം ഈ വർഷങ്ങൾക്ക് ശേഷവും ഞാനിവിടെ പങ്കുവെക്കുന്നു. അത് ഈ സ്ഥാപനം, ഈ പ്രസ്ഥാനം എല്ലാ തരത്തിലുമുള്ള കക്ഷി രാഷ്ട്രീയമോ മതപരമോ ഒന്നുമുള്ള അഭിപ്രായ ഭിന്നതകൾ ഇവിടെ പ്രസക്തമല്ല. നന്മകൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് വേറെന്താണ് ഇവർ അഭിലഷിക്കുന്നത്? ഡയാലിസിസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധികൾ നേരിടുന്ന ഒരാളിൽ നിന്ന് എന്ത് പ്രത്യുപകാരമാണ്? അപ്പോൾ അത് കേവലമായിട്ടുള്ള ഏതെങ്കിലും താല്പര്യങ്ങളുടെയോ ലക്ഷ്യങ്ങളുടെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല, പൂർണ്ണമായും നന്മയുടേതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നമ്മുടെ എല്ലാം നാടിൻ്റെ ആകെ പിന്തുണയുണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകരുടെ ആത്മാർത്ഥമായ ഒരേ മനസ്സോടുകൂടിയുള്ള
നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാവിധ പിന്തുണയും ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഈ മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി.